ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സമവാക്യ ജോഡികളുടെ 4ാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പലിശ. അതായത് ഒരാൾ ബാങ്കിൽ ഒരു 3000 രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. 3000 രൂപ നിക്ഷേപിച്ചു. അയാളത് 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. ബാങ്കിലെ പലിശ നിരക്ക് 5 ആയിരുന്നു. ഓക്കെ, ഒരാൾ ബാങ്കിൽ 3000 രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അവിടുത്തെ പലിശ നിരക്ക് 5 ആയിരുന്നു. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾ തിരിച്ചെടുക്കാൻ നേരത്ത് അയാൾക്ക് എത്ര പലിശ കിട്ടും? ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. ഇതിനൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അതായത് PNR/100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. PNR/100. പി എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെപ്പോസിറ്റ് ചെയ്ത തുക, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. അതാണ് പി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 2. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബാങ്കിലെ പലിശ നിരക്ക് എത്ര ആണോ അതാണ് 6. പിന്നെ ഒരു 100. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പലിശ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. എന്നിന് പകരം ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് ടി ആയിരിക്കും കേട്ടോ. PTR/100 എന്നായിരിക്കും. ടൈം എന്ന് പറയും നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം. ചിലപ്പോൾ അതായിരിക്കും പഠിച്ചത്. പേടിക്കേണ്ട, ഇക്വേഷൻ സെയിം ആണ്. PNR അല്ലെങ്കിൽ PTR/100. അപ്പോൾ ഇതിൻ്റെ പലിശ എത്ര ആയിരിക്കും നോക്കിയേ. PNR/100, പിയുടെ സ്ഥാനത്ത് 3000 രൂപ. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2. 6 എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് എത്രയാണ്? 5. ഇനി നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 3000 ഇൻറ്റു 2 ഇൻറ്റു 5/100. ഓക്കെ, താഴെ 2 0 ഉണ്ട്, അത് രണ്ടും കട്ട് ചെയ്യുക. അതേപോലെ മുകളിലത്തെ 2 0യും കട്ട് ചെയ്യുക. 30 ഇൻറ്റു 2 ഇൻറ്റു 5, അതായത് 300 എന്ന് കിട്ടും. 300 രൂപയാണ് അയാൾക്ക് 2 വർഷത്തിന് ശേഷം കിട്ടുന്ന പലിശ. അതായത് ആകെ തുക എത്ര ആയിരിക്കും? ഡെപ്പോസിറ്റ് ചെയ്ത 3000ഉം അതിൻ്റെ കൂടെ 300 കൂടെ ചേർത്ത് 3300 രൂപ അയാൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പലിശ നിരക്കും വർഷങ്ങളുടെ എണ്ണവും ഡെപ്പോസിറ്റ് ചെയ്ത തുകയും ഉണ്ടെന്നുണ്ടെങ്കിൽ പലിശ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഓക്കെ, ഇത് വേണം നമുക്ക്. ഇത് വെച്ചിട്ട് ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ പോകാം. അതായതാണ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, he got 6,750 rupees as interest from both these together. How much did they invest in each scheme? ഒരാളുണ്ടായിരുന്നു, അയാൾ ഒരു 1,00,000 രൂപ 2 സ്കീമുകളിലായിട്ട് നിക്ഷേപിച്ചു. ബാങ്കിലെ 2 സ്കീമുകളിലായിട്ട് 1,00,000 രൂപ നിക്ഷേപിച്ചു. ഒരെണ്ണത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7 ആയിരുന്നു, ഒരെണ്ണത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് 6 ആയിരുന്നു. ആഫ്റ്റർ 1 ഇയർ, 1 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് രണ്ടിൽ നിന്നും കൂടി 6,750 രൂപ പലിശ കിട്ടി. അങ്ങനെയെങ്കിൽ 2 സ്കീമിലും ഓരോ സ്കീമിലും അദ്ദേഹം എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എത്ര രൂപയാണ് അയാൾ നിക്ഷേപിച്ചത്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ആയിരുന്നു? 1 lakh അല്ലേ? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh, 1,00,000 രൂപ. ഓക്കെ, 1,00,000 രൂപ 2 സ്കീമുകളിലായിട്ടാണല്ലോ നിക്ഷേപിച്ചത്. സോ 2 സ്കീമും നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാം. ആദ്യം ഫസ്റ്റ് സ്കീം നോക്കിയേ. ഫസ്റ്റ് സ്കീമിൽ പി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്കീമിൽ എത്രയാണ് നിക്ഷേപിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമുക്കത് എക്സ് എന്നെടുക്കാം. ഓക്കെ, എൻ എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സ്. ആഫ്റ്റർ 1 ഇയർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ എൻ 1 ആണ്. അടുത്തത് 6, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഒന്നാമത്തെ സ്കീമിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? PNR/100. ഇതല്ലേ? പി ഉണ്ട്, എൻ ഉണ്ട്, 6 ഉണ്ട്. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ഇൻറ്റു 1 ഇൻറ്റു 7/100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1 എക്സ് തന്നെയാണ്, എക്സ് ഇൻറ്റു 7 7x. അപ്പോൾ 7x/100 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്കീമിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് 7x/100. അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്കീമിലോട്ട് വരാം. സെക്കൻഡ് സ്കീമിലോട്ട് വരുമ്പോൾ എന്താ പ്രശ്നം? പി. ഇവിടുത്തെ പി എത്രയാ? ഫസ്റ്റ് സ്കീമിൽ അദ്ദേഹം നിക്ഷേപിച്ചത് എക്സ് രൂപയാണ്. മൊത്തവും കൂടെ അദ്ദേഹം നിക്ഷേപിച്ചത് 1,00,000 രൂപയാണ്. അപ്പോൾ അതിൽ 1,00,000-ൽ എക്സ് ഇവിടെ നിക്ഷേപിച്ചെങ്കിൽ 1,00,000-ൽ ബാക്കിയുള്ളതായിരിക്കുമല്ലോ രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിക്കുക. അതായത് 1,00,000-ൽ നിന്നും എക്സ് കുറച്ചത് 1 lakh മൈനസ് എക്സ്. ഇതാണ് സെക്കൻഡ് സ്കീമിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെയും 1 തന്നെയാണ്. 6, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്കീമിൽ എത്രയാണ്? 6% ആണ്, 6%. അവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ.
അവിടെ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ PNR/100. പി എന്ന് പറഞ്ഞാൽ 1 lakh മൈനസ് എക്സ്, ഓക്കെ, ഇൻറ്റു 1 ഇൻറ്റു 6. ഓക്കെ, ഇതാണ് സംഭവം. 1 lakh മൈനസ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു 6/100. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. എങ്ങനെ ചെയ്യും? 1 ഇൻറ്റു 6 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6/100. ഓക്കെ, ഇനി ഈ 1 lakh കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇടുക, എക്സ് കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 1 lakh ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 lakh മൈനസ് എക്സ് ഇൻറ്റു 6/100 അതുപോലെ എഴുതുക. ഓക്കെ ആണേ, കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് 7x/100 എന്ന് കിട്ടി. സെക്കൻഡ് സ്കീമിലെ ഇൻട്രസ്റ്റ് 6 lakh മൈനസ് 6x/100 എന്ന് കിട്ടി. ഓക്കെ, ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ഇപ്പോൾ ശരിയാക്കി തരാം. നോക്കിയോ, നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയേ? രണ്ടിൽ നിന്നും കൂടെയുള്ള ഇൻട്രസ്റ്റ് എത്ര ആയിരുന്നു കിട്ടിയത്? 2 സ്കീമിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എത്രയായിരുന്നു? 6750 രൂപ അല്ലേ? 6750 രൂപ. അതായത് ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് ആയ ഇതും സെക്കൻഡ് സ്കീമിലെ ഇൻട്രസ്റ്റ് ആയ ഇതും കൂടി കൂട്ടുന്നതാണ് എന്ത്? 6750. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. (7x/100) പ്ലസ് 6 lakh മൈനസ് 6x/100 ഈക്വൽ എത്ര? 6750. ബോർഡർ വരച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി ഇത് കൂട്ടണം. ഓക്കെ, ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ്റെയും താഴെ എന്താ ഉള്ളത്? സെയിം നമ്പർ. സെയിം നമ്പർ ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ മുകളിലുള്ളത് മാത്രം കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? 7x പ്ലസ് 6 lakh മൈനസ് 6x/100. രണ്ടിലും 100 ആയതുകൊണ്ട് കോമൺ ആയിട്ട് ഒറ്റ 100 മതി. ഈക്വൽ 6750. ഓക്കെ, ഇനി നോക്കിയത് എങ്ങനെ കൂട്ടുന്നത്? 7x പ്ലസ് 6 ലക്ഷം മൈനസ് 6x. 7x മൈനസ് 6x. 7x 6x കുറച്ച് എത്ര? 1x പ്ലസ് ബാക്കി വന്ന 6 ലക്ഷം അതുപോലെ എഴുതുക. ഓക്കെ, ഈക്വൽ 6750. ഇവിടെ കണ്ടോ, താഴെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 100, അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം 100. ഇനി നോക്കിയേ, എക്സ് പ്ലസ് 6 ലക്ഷം ഈക്വൽ 6,75,000 എന്ന് കിട്ടും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന 6750, പിന്നെ ഇവിടെ ഡിവൈഡ് ചെയ്തിരുന്ന 100 അവിടെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 സീറോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 6,75,000 രൂപ. എക്സ് പ്ലസ് 6 ലക്ഷമാണ് 6,75,000. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 6,75,000 നിന്ന് ഇവിടെ കൂട്ടിയിരിക്കുന്ന 6 ലക്ഷം കുറയ്ക്കുക. 6,75,000 മൈനസ് 6 ലക്ഷം എത്ര കിട്ടും? 75,000 എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് എക്സ്. എക്സ് 75,000. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുകയാണ് എക്സ്. അതെത്ര കിട്ടി? 75,000. ഓക്കെ, സെക്കൻഡ് സ്കീമിൽ നിക്ഷേപിച്ച തുക എത്ര ആയിരിക്കും? 1,00,000 നിന്നും എക്സ് കുറയ്ക്കുക. അതായത് 1,00,000 നിന്നും 75,000 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 25,000 എന്ന് കിട്ടും. അതായത് ഇതാണ് സംഭവം. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം. ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ്, അതായത് 75,000 രൂപ. രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ചത് 1,00,000 നിന്നും എക്സ് കുറച്ചത്, അതായത് 1,00,000 നിന്നും 75,000 കുറച്ചത് 25,000 രൂപ. ഇത്രയുമാണ് രണ്ട് സ്കീമുകളിലായിട്ട് അദ്ദേഹം നിക്ഷേപിച്ച തുക. മനസ്സിലായല്ലോ? നന്നായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ.